ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാസ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നല്ല രസമുണ്ട്, ഇന്ന് അടിപൊളി. നമ്മൾ നേരത്തെ വന്നോണ്ടാ. അവിടെ ഒരാളിരിക്കുന്നുണ്ട് ഫോൺ നോക്കിക്കൊണ്ട്. കാണാണ്ട ഞങ്ങൾ അവിടെ ഒരാൾ വലയിടുന്നു, നോക്കിയിട്ട് വരട്ടെ. കണ്ടോ, നല്ല രസമുണ്ട് ഇവിടെയൊക്കെ, അടിപൊളി. അപ്പോൾ അതാ നമ്മൾ ഇവരുടെ അടുത്ത് വന്ന സമയത്ത് ഇവർ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മീൻ ഇങ്ങനെ ഓടിപ്പോകുന്ന അവർക്ക് കാണാൻ പറ്റും, അങ്ങനെ കാണുന്ന സമയത്ത് അവർ വലയിടുന്നതെന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവരുടെ കൂടെ അവിടെ നിന്ന് നോക്കി അവർ വലയിടുന്നത്. ഇതുവരെ അവർ വല ഇട്ടില്ല, നോക്കുന്നതേ ഉള്ളൂ. മീനെ കണ്ടതിന് ശേഷം വലയിടാനാണ് അവർ നോക്കുന്നത്. ഞാൻ ഇതിനകത്തൂടെ ചാടി ചാടി പോവാം, അവരുടെ കൂടെ പോയി നോക്കാം. മീൻ കണ്ടിട്ട് വലയിടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അവർ നോക്കി നോക്കി പോകുന്നുണ്ട്. മീനിനെ കണ്ടാൽ അവർ വലയിടും. അപ്പോൾ വലയിടുന്നത് എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടി നമ്മൾ അവരുടെ പുറകെ പോകുന്നുണ്ട്. പോയിട്ട് അങ്ങ് പോവാം, നോക്കാം നമുക്ക് വല്ലതും കിട്ടുമെന്ന്. അവരിതേ കടലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കടലിൽ ഇറങ്ങിയിട്ട് ഇവർ വല വീശാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങ് മാറി നിന്ന് നോക്കുവാണ്. അപ്പോൾ കുറേ നേരം നമ്മളിങ്ങനെ നിന്ന് നോക്കി. അപ്പോൾ അവർ വല ഇടുന്നതായിട്ടൊന്നും നമ്മൾ കണ്ടില്ല. കുറേ നേരമായിട്ട് ഇങ്ങനെ വലയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു, വലയൊന്നും ഇട്ടില്ല. അവർ മീനിനെ കണ്ടാലല്ലേ വല ഇടത്തുള്ളൂ. അപ്പോൾ കുറേ സമയം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നേരെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ ആയി. അപ്പോൾ അതേ ആകാശവും കടലും ഒക്കെ കണ്ടോ, പ്രത്യേക ഒരു കാലാവസ്ഥയാണ്. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു, ഇന്നാണ് ഒന്ന് തോർച്ച കണ്ടത്. ഇത് കണ്ടോ, ഒരു ഞണ്ട് പോകുന്നുണ്ടോ. ചില സമയം ഈ ഞണ്ട് ഇങ്ങനെ കൂട്ടമായിട്ട് കാണും. ഇന്ന് ഒരെണ്ണത്തിനെ കണ്ടുള്ളൂ. കണ്ടോ, നമ്മൾ വന്ന് എയർപോർട്ടിൻ്റെ അടുത്ത് എത്തിയത്. ആ കാണുന്നത് എയർപോർട്ട്. ഇതിനടുത്ത് തന്നെ ഒരു കുളമുണ്ട്, കുളം. ഇതുപോലുള്ള ഒത്തിരി കുളങ്ങളുണ്ട് ഇവിടെ. കണ്ടോ, ഇതൊരു കുളമാണ്. പക്ഷേ ഇവിടെ പാമ്പില്ലാത്തതുകൊണ്ട് പിന്നെ പേടിക്കണ്ട, പാമ്പ് വരത്തില്ല. അതാണ്ട് ഇതൊരു കുളമാണ്. നേരത്തെ ആ സ്റ്റെപ്പിൽ കൂടെ ഇറങ്ങാൻ പറ്റുമായിരുന്നു. ഇപ്പം ഈ ചെടി ഇങ്ങനെ കൂടി കിടക്കുന്നു. ഇതുവഴിയൊക്കെ കഴിഞ്ഞ പെരുന്നാളിൽ വന്നപ്പോൾ ഇവിടെയൊക്കെ കുറേ ഫോട്ടോ എടുത്തതാണ്. ഉണ്ടോ കുളം, പക്ഷേ വൃത്തിയാക്കിയിട്ടില്ല, കാട് കയറി കിടക്കുക. ആ കാണുന്ന എയർപോർട്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ഈ ഒരു ചെടിയുണ്ട്, നല്ല രസമാണ്. ഈ തെക്കോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ചെടി കാണുന്നത്. ഇതിൻ്റെ അടുത്ത് നിന്ന് എല്ലാവരും ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസം. അതേ നോക്കി, അടിപൊളി. അതെ എയർപോർട്ട്. ഇത് നമ്മുടെ പള്ളി, നിസ്കരിക്കാനുള്ള പള്ളിയാണ് ഇത്. തെക്ക് ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ ആൾക്കാർ വരുന്നുണ്ടോ, മീൻ പിടിക്കാൻ വരുന്നവരാണ്. ഇതേ കണ്ടോ, ഇതാ നമ്മുടെ തെക്ക് ഭാഗം. നല്ല രസമുണ്ട് കണ്ടോ, ആകാശവും കടലും ഒക്കെ കണ്ടോ, അടിപൊളി. ഇപ്പം ഇവിടെ ഈ ബോട്ടുകളൊക്കെ ഇട്ടേക്കുന്നത് ഇവിടുന്നാണ്. ഇപ്പം മൺസൂൺ സീസൺ ആയതുകൊണ്ട് ഇവിടുന്നാണ് എല്ലാവരെയും കൽപ്പറ്റയിലും പിന്നെ ഫിഷിങ്ങിനും കാര്യത്തിനൊക്കെ പോകുന്നത് ഇവിടുന്നാണ്. ഈ ഈസ്റ്റേൺ സൈഡിൽ നിന്നാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഈ സൈഡിൽ ബോട്ടൊക്കെ ഇട്ടേക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ അപ്പുറം സൈഡിൽ ഇടേണ്ടതാണ്. ഇനി അങ്ങോട്ട് പോവാ, അങ്ങ് വരെ നടന്നു പോവാ, അങ്ങ് വരെ പോവാ. ഇതുവരെ വല്ലതും കിട്ടിയാ? ഇല്ല, ഇട്ടില്ല. ഇതുവരെ ഇട്ടില്ലല്ലോ, വല ഇട്ടില്ലല്ലോ. ഇല്ല. അങ്ങോട്ട് വേറെ ആൾക്കാരുണ്ടോ മീൻ പിടിക്കാൻ? ആണാ, അങ്ങ് വരെ പോവില്ല, നടക്കണമല്ലോ. അങ്ങ് വരെ ഒരു മീൻ പിടിക്കാൻ. ഇത് നമ്മുടെ എയർപോർട്ടും കഴിഞ്ഞ് പിന്നെ കുറച്ചും കൂടെ സ്ഥലമുണ്ട് ഇല്ലയോ? എയർപോർട്ട് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സ്ഥലം ഇല്ല, ഒത്തിരി അങ്ങോട്ടുണ്ട്. പക്ഷെ ഞാൻ പോയിട്ടില്ല ഇതുവരെ, അങ്ങോട്ട് പോയിട്ടേ ഇല്ല. ഇതിങ്ങോട്ട് വന്ന് വെള്ളം ഇതാവും. ഇതാണ് നമ്മുടെ എയർപോർട്ടിൻ്റെ നമ്മളവിടെ വന്നിറങ്ങുന്നതൊക്കെ. ഇവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. അവരങ്ങ് നടന്നു പോയി. അങ്ങോട്ട് വേറെ ആൾക്കാർ കാണും മീൻ പിടിക്കാൻ. കണ്ട, ഇതാണ് നമ്മുടെ എയർപോർട്ട്, അഗത്തി എയർപോർട്ടാണ് ഇത്. ലക്ഷദ്വീപിൽ അഗത്തിയിൽ മാത്രമേ നമുക്ക് എയർപോർട്ടുള്ളൂ. ആ എയർപോർട്ടാണ് ഇതാ ഈ കാണുന്നത്. കണ്ട, എൻട്രൻസ് അപ്പുറത്തെ വഴി കൂടെ, അതുവഴി വന്ന് നമ്മൾ ഇതുവഴിയാണ് വരുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒരു ഫ്ലൈറ്റ് വന്നിട്ട് പോയതേ ഉള്ളൂ. നമ്മൾ കുറച്ച് താമസിച്ചില്ലെങ്കിൽ നമുക്ക് കാണാമായിരുന്നു. അവരവിടെ പോയിട്ട് നിൽക്കുന്നുണ്ട്.
അകത്തിലെ തരുണി മണികൾ ഇതാ വരുന്നുണ്ട്. എല്ലാരും എവിടെ പോവാ? ആണോ? വേണ്ട, വൈകിട്ട് കാറ്റ് കൊള്ളാൻ വേണ്ടി ഇറങ്ങിയവരാ. ദീപശ്രീയിലെ അംഗങ്ങളാ. ആണോ? എല്ലാവരുടെ വൈകിട്ട് കാറ്റ് കൊള്ളാൻ വന്നതാ. ചായ കുടിച്ചോ? ഇവിടെ കുറച്ച് കാറ്റ് കൊണ്ടിട്ട്. അപ്പൊ ശരി, ഞങ്ങൾ പോട്ടെ. ബൈ. അങ്ങനെ നമ്മൾ അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് നേരെ ഇനി നമുക്ക് വടക്ക് ഭാഗത്തോട്ട് പോകണം. ഇന്ന് തെക്കോട്ടൊക്കെ അധികം ആൾക്കാരൊക്കെ കുറവുണ്ട്. കാരണം ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു, നിർത്താതെ മഴ പെയ്യുമായിരുന്നു. ഇന്ന് ഇച്ചിരി തോർച്ചയുണ്ട്, പക്ഷേ ഇപ്പോൾ ദാ ചെറുതായിട്ട് മഴയുടെ കോളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ നേരെ ബീച്ച് റോഡിൽ കൂടെ പോവാം കേട്ടോ. ഈ ബീച്ച് റോഡിൽ കൂടെ നമുക്കൊന്ന് വണ്ടി ഓടിച്ച് പോകാം. നേരെ നമുക്ക് നമ്മുടെ ഈസ്റ്റേൺ സിറ്റിയിലോട്ട് പോകാം കേട്ടോ. അപ്പം പോകുന്ന വഴിയിൽ ഇവിടെയൊക്കെ ബോട്ടുകളൊക്കെ കിടക്കുന്നുണ്ടോ. ഇതിപ്പോൾ മൺസൂൺ സീസൺ ആയതുകൊണ്ട് ബോട്ടുകളൊക്കെ കരയിൽ കയറ്റി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇനി ഈ സീസൺ കഴിഞ്ഞിട്ടാണ് ഇനി ബോട്ടുകളൊക്കെ ഇറക്കുന്നത്. അപ്പോൾ ഈ സൈഡിലൊക്കെ ബോട്ട് കയറ്റി വെച്ചേക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ, അവിടെയൊക്കെ ബോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. അവിടെ നമ്മുടെ ഒരാളിരുന്ന് കൈ കാണിക്കുന്നുണ്ടോ. അപ്പോൾ നമ്മൾ നേരെ ഈസ്റ്റേൺ ജെട്ടിയിലോട്ട് പോവുകയാണ്. അവിടെ ഈ സമയത്ത് മീൻ പിടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ ഈസ്റ്റേൺ ജെട്ടിയിലെത്തി. ഇവിടെ എത്തിയപ്പോൾ ഇവരെ ഞങ്ങളുടെ ഒരു വീഡിയോ എടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെന്താ ഞാൻ എടുത്തു തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരുടെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇവരൊക്കെ അകത്തിക്കാരാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് കേട്ടോ. അപ്പോൾ ആകാശമൊക്കെ കണ്ടോ, നല്ല മേഘം ഒക്കെ മൂടി കിടക്കുന്നുണ്ട്. ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഇന്ന് ഒരുപാട് ആൾക്കാർ ഈ ഈസ്റ്റേൺ ജെട്ടിയിലുണ്ടായിരുന്നു കേട്ടോ. തെക്ക് ഭാഗത്തേക്ക് ഇന്ന് ആൾക്കാരൊക്കെ ഭയങ്കര കുറവായിരുന്നു. ഈസ്റ്റേൺ ജെട്ടിയിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വല ഇട്ടിരുന്ന ഒരു കൂട്ടർ വല വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിനകത്ത് മീൻ കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ ആ വല എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ കണ്ടോ, ചെറിയ എന്തോ ഒരു മീൻ കുടുങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാവേ എന്ത് മീനാന്ന്. നല്ല രസമുണ്ട് ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി. എന്നും നമ്മൾ വൈകുന്നേരം വരുമ്പോൾ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ ഒരു ഈസ്റ്റേൺ ജെട്ടിയിൽ വന്നാലാണ് നമുക്ക് കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. ഇതേ കണ്ടോ, അതിനകത്ത് മീൻ കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2 വാപ്പമാർ നിന്നിട്ട് വല വലിച്ചെടുക്കുന്നുണ്ട്. ഒരു മീൻ കടലിലേക്ക് പോയി. അപ്പോൾ ഈ ഇരിക്കുന്നവർ അധ്യാപകരാണ് കേട്ടോ. ഇവർ വൈകുന്നേരങ്ങളിൽ കാറ്റ് കൊള്ളാൻ വേണ്ടി ഇങ്ങനെ വന്നിരിക്കുന്നതാണ്. എല്ലാവരുടെ കൂട്ടമായിട്ടിരുന്ന് കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകും. നല്ല രസമല്ലേ. അപ്പോൾ ഇവർക്ക് കിട്ടിയ മീൻ ആ വലയിൽ കുടുങ്ങിയിട്ടുള്ള മീൻ ഇതാണ് കേട്ടോ. ഇതിനെ ഇവർ വായിച്ചാള എന്നാണ് പറയുന്നത്. വായിച്ചാള അങ്ങനെ എന്തോ ആണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു മത്തിയുടെ ഒക്കെ ഒരു സിമിലാരിറ്റി തോന്നുന്നുണ്ട് ഇതിന്. നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ മുള്ളുണ്ട് ഈ മീനിന്. ഇതാണ് കേട്ടോ, അവർ വലയിൽ നിന്ന് ആ മീനിനെയൊക്കെ എടുക്കുന്നുണ്ട്. അവരോരോന്നായിട്ട് എടുത്തുകൊണ്ടിരിക്കുവാണേ. അപ്പോൾ ഒരു വലിയ മീനിനെ കൊണ്ടുവന്നുണ്ടോ, ചൂര മീനിനെ ഇപ്പം ബോട്ടിൽ പിടിച്ചുകൊണ്ട് വന്നതാ. അതിനെ കൊണ്ടുപോവാണ് കേട്ടോ, ടൗണിലേക്ക് കൊണ്ടുപോവാത്. അപ്പോൾ നമ്മളങ്ങനെ ആ ഒരു മീനിനെയും കണ്ടു. പിന്നെ ഓരോരുത്തരും മീൻ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ടോ. ഇപ്പോൾ ഒരു ബോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ആ ബോട്ടിൽ കൊണ്ടുവന്ന മീനാണ്. പിന്നെ ഇവിടെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ടോ. ഇവരെല്ലാവരും ഇങ്ങനെ വൈകുന്നേരം വന്നിങ്ങനെ ഇരിക്കും. നല്ല രസമാണ്, കാര്യമൊക്കെ പറഞ്ഞ് കാറ്റൊക്കെ കൊണ്ട് എല്ലാവരും ഇങ്ങനെ വന്നിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇന്നിവിടെ നല്ല തിരക്കുണ്ട്. ഇതുപോലുള്ള ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൂട്ടമായിട്ട് വന്നിട്ട് ഇങ്ങനെ കാര്യം പറച്ചിലും, അതുപോലെ തന്നെ കുറേ പേരിങ്ങനെ തറയിൽ, ഈ പാലത്തിൽ തന്നെ തറയിൽ ഇങ്ങനെ വന്ന് വട്ടത്തിലൊക്കെ ഇരുന്ന് കാര്യം പറച്ചിലൊക്കെയാണ്. നല്ല രസമാണ്. അതിനിടയ്ക്കൂടെ ഒരാൾ ചൂരയുമായിട്ട് പോകുന്നുണ്ട്. നമ്മൾ മിനിക്കോയി വന്ന് എവിടെ കണ്ടിട്ടുണ്ടല്ലോ. എന്തെല്ലാം വർക്ക് അന്ന് വന്നത്, ഇന്നാള് വന്ന് കയറിയത്. ഇപ്പൊ വന്നല്ലോ ഇന്നാളെ. ടീച്ചർ ഇവിടെ ഇതിനകത്തൊന്നും ഇല്ല, ഞാൻ എടുക്കണ്ടല്ല. ഉണ്ട് തോണ്ടേ, ഒന്നല്ല അത് ആ ഊളാ തോണ്ട ഊള അതിനകത്ത് ഉണ്ട്. അല്ല മറ്റേ ചാള, വായിച്ചാള. ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് വന്നല്ലോ. ഇത് ഇരയ്ക്ക് കൊളുത്താൻ കൊള്ളാവോ? അതുകൊണ്ടുണ്ട്. ഇല്ല, ഞാൻ മേടിച്ച് കുഴപ്പമില്ല.
പിന്നെ എടുത്ത് പോരും. നിങ്ങൾ അങ്ങനെ ചെയ്യും ചില മീന്. എനിക്ക് സുർക്ക ഉപയോഗിക്കാൻ അറിയത്തില്ലല്ലോ, ഞാൻ ഞങ്ങളുടെ രീതിയിലല്ലേ ചെയ്യുന്നേ. ഊള പെട്ടില്ല, കഴിഞ്ഞ ദിവസം ഇവർക്ക് ഊള കിട്ടിയല്ലോ. ഇതെപ്പോ ഇട്ടതായിരിക്കും ഈ വല? അല്ല, എത്ര സമയം ഇടും? വൈകുന്നേരം വന്നിടുന്നതാണോ? 10 മിനിറ്റ് ആയതേ ഉള്ളു. ഇത് നമ്മുടെ അഗത്തി ദ്വീപിലെ ഒരേ ഒരു സ്റ്റുഡിയോയിലെ ആളാണ്, NM സ്റ്റുഡിയോ. എടുക്കുന്നതാണ്. ഈ മീനാന്നല്ലേ ഇപ്പൊ അല്ലയോ? നാളെ ഊളയായത് ഈ മീനാ ഇപ്പൊ കിട്ടുന്നത് അല്ലയോ? ഈ മീനിന്റെ പേര് വായിച്ചാള. വായിച്ചാള ഇല്ലയോ? വായിച്ചാള. അതാണ് മത്തി പോലത്തെയാ. ശരിയാ, മുള്ളു കുറച്ച് കൂടുതലുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല ദശയുണ്ടല്ലോ മുള്ളാണെങ്കിലും. എനിക്കാരെ 2 പേര് തന്നെ മീൻ നോക്കാൻ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ 2 കൂട്ടരായിരുന്നു ഇന്നിവിടെ വലയിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവർക്ക് 2 പേർക്കും ഈ ഒരു മീനാണ് കിട്ടിയത്. അപ്പോൾ ഇവരെന്താ അത് വലയിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഇതാരെന്നറിയാമോ? ആരാ പറ? നമ്മുടെ അകത്തിലെ നഴ്സിംഗ് ഓഫീസറാ. ഇപ്പൊ നമുക്ക് എന്താണ് ഒരു അവാർഡ് കിട്ടിയായിരുന്നല്ലോ, എന്തുവായിരുന്നു? സ്വാതന്ത്ര്യദിനത്തിന് കളക്ടർ അവാർഡ് കിട്ടിയല്ലോ, ബെസ്റ്റ് നഴ്സിംഗ് ഓഫീസർക്കുള്ള അവാർഡ് കിട്ടിയ ആളായി നിൽക്കുന്നേ. പേരെന്താ? നസീർ മുഹമ്മദ് നസറുദ്ദീൻ എന്നാ പേര്. ഇതാ കണ്ട്, അവളെന്താ കണ്ട്. ഏതാ നാട്? ചെത്തിലാത്ത് ദ്വീപുകാരനാ. അപ്പൊ ബെസ്റ്റ് നഴ്സിംഗ് ഓഫീസറിനുള്ള അവാർഡ് കിട്ടിയ ആളാ നിൽക്കുന്നേ, ചില്ലറക്കാരനൊന്നും അല്ല കേട്ടോ. ചെലവുണ്ടേ, ചിരി വരുന്നത്. നിങ്ങളുടെ വാപ്പാക്ക് എന്താ കിട്ടിയടി? വാപ്പാക്ക് എന്താ കിട്ടി? എന്താ വീട്ടിൽ കൊണ്ടുവന്നേ? എന്തോ മോനെ? ആമയോ? എന്ത്? തോണ്ട് വരുന്ന നീന്തി വരുന്ന. അപ്പോൾ ഇതാ ഇപ്പോൾ പിടിച്ചുകൊണ്ടുവന്ന മീനുകളാണ് ആ കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ അവർ നേരെ അവിടെ റോഡിലോട്ട് കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുക. പോകുന്ന വഴിയിൽ ഇതാ ഇവിടെ ഈ ഒരു പാലത്തിൽ ആൾക്കാർ മീൻ മേടിക്കുന്നുണ്ട്. ഉള ചെമ്മം. വേണം വായിച്ചാള. അപ്പം നമുക്കെങ്കിൽ അവരുടെ അടുത്തുനിന്ന് മീൻ മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവർ ഇതാ ഇങ്ങോട്ട് കൊണ്ടുവരും, അതായത് ഈ ജെട്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ പുറത്ത് വെച്ചിപ്പോൾ അവർ വിൽക്കാൻ വേണ്ടി വരും. അപ്പോൾ നമ്മളോട് അവിടോട്ട് നിൽക്കാൻ പറഞ്ഞു കേട്ടോ. നമുക്ക് അവിടെ നിൽക്കാം. ഇത് എനിക്ക് തരണേ, അത് 2 കവറിലിട്ട്. അങ്ങനെ നമ്മൾ മീനും ഒക്കെ മേടിച്ചിട്ട് നേരെ വന്നതൊരു മന്തി കഴിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ അഗത്തി ദ്വീപിൽ മന്തി കിട്ടുന്നൊരു ഷോപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ അവിടെ വന്നു. നമ്മുടെ മീൻ നമ്മൾ സേഫായിട്ട് അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. കാരണം ഇവിടെ ഒത്തിരി പൂച്ചകളൊക്കെ ഉണ്ട്, അപ്പം മീൻ എടുത്തുകൊണ്ട് പോകണ്ടല്ലോ. അങ്ങനെ നമ്മൾ സേഫായിട്ട് അതിനെ അവിടെ തൂക്കിയിട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മന്തിയും നമ്മുടെ ഷവർമ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ വിശക്കുന്നുണ്ട്, നമുക്കിത് കഴിക്കാവേ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് തുടർന്നുള്ള വീഡിയോകളിൽ കാണാം.